ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിനകത്തൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 5K വ്യൂവേഴ്സ് അതിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരാൾ പോലും ഒരു കമൻറ്റ് ഇട്ട് എൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്താ സംഭവമെന്നും ആ കഥ എന്താണെന്നും ആ സ്റ്റോറിയുടെ ബാക്കി എന്താണെന്നൊന്നും. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അങ്ങ് പറയാമെന്ന് വെച്ചു. കാര്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ആക്കാനും നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അതിനെക്കാട്ടി വലിയ മോട്ടിവേഷൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ കഥ പറയാൻ, ഈ വീഡിയോയ്ക്ക് ആ കഥ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, അതായത് റെഗുലറായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇതേ കണക്ക് ആ ചേച്ചിയുടെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം 23ാമത്തെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ 22 വർഷവും അവർ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് എടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ 3 വർഷമായതേ ഉള്ളൂ ബേക്കിംഗ് തുടങ്ങിയിട്ടു. അപ്പം ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ കേക്ക് മേടിക്കാനുള്ള എന്താ പൈസ അങ്ങോട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, പൈസ ആയിട്ടില്ലെങ്കിലും ആ ദിവസത്തിന് കേക്ക് മുറിക്കുന്നതിലൊരു സന്തോഷമല്ലേ, അപ്പോൾ അതാദ്യം നടക്കട്ടെ, ക്യാഷ് പിന്നെ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഇങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ച് പറയാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. കാര്യം പൈസ ഇല്ലാതെ കേക്ക് എങ്ങനെ മേടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു പൈസയൊക്കെ പിന്നെ മതി, പൈസയുടെ കാര്യം പിന്നല്ലേ. നമ്മൾ എന്താ പറയുക, ഒരു പൈസ ഇല്ലെന്നുള്ള പേരിൽ ആ ഒരു ദിവസത്തെ കേക്ക് കട്ടിങ്ങൊന്നും മുടങ്ങണ്ട എന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ആ ഒരു പഴയ സ്റ്റോറിയാണ്. കാര്യം ഞാൻ കൂട്ടി വെച്ച പൈസയ്ക്ക് കേക്ക് മേടിക്കാമെന്നും പറഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്കത് പൈസ തികയാഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അന്നൊരു 150 രൂപയുടെ കുറവെന്തോ ഉണ്ടായിരുന്നു. ആ ഒരു പൈസയുടെ കുറവുകൊണ്ട് ഞാനിങ്ങ് മേടിക്കാതെ തിരിച്ചു പോന്നു. അപ്പോൾ എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റോറിയാണ് ഓർമ്മ വന്നത്. ഇയേഴ്സ് ബാക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളങ്ങ് ചെയ്യുക. പിന്നെ കൂടുതൽ ലാഭവും ഇല്ല, കൂടുതൽ നഷ്ടവും ഇല്ല എന്നുള്ള രീതിക്ക്. നമ്മളും അത്ര വലിയ പെർഫെക്റ്റ് ആളുകളൊന്നും അല്ല. നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ കേക്കിന് അത്ര വലിയ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ സ്റ്റോറി.